നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. നിഫ്റ്റി ഇന്നലെ 23,400 എന്ന ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് ചൊവ്വാഴ്ച ദിവസം ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. നമ്മളുടെ നിലവിലുള്ള ഫിനാൻഷ്യൽ മിനിസ്റ്റർ തന്നെയായിരിക്കും ഇനി ഫിനാൻഷ്യൽ മിനിസ്റ്ററായിട്ട് തന്നെ തുടരുക എന്നുള്ള പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് മാർക്കറ്റിനുള്ളത്. അത് മാത്രമല്ല, നിലവിലുള്ള ഈ ഒരു ഗവൺമെൻറ്റിൽ ഏതൊക്കെ തന്ത്രപ്രധാന വകുപ്പുകളാണോ കൈകാര്യം ചെയ്തത്, ആ തന്ത്രപ്രധാന വകുപ്പുകളൊന്നും തന്നെ ഈ ഘടക കക്ഷികൾക്ക് പോയിട്ടില്ല. ഹോം മിനിസ്ട്രി അമിത്ഷാ തന്നെ, ഡിഫൻസ് രാജ്നാഥ് സിംഗ് തന്നെയാണ്, റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് നിതിൻ ഗഡ്കരി തന്നെയാണ്, അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രിയും അതേപോലെ തന്നെ തുടരുകയാണ്. വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും, കാതലായിട്ടുള്ള മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് നിലവിലുള്ള ഇവരുടെ പോളിസിക്കും മറ്റുള്ള കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ ഇവർ തുടങ്ങി വെച്ച പല പദ്ധതികൾക്കും തന്നെ തടസ്സമൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുമെന്നുള്ളതാണ് മാർക്കറ്റ് പൊതുവേ കാണുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഘടകം. അപ്പോൾ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകം മനസ്സിലാക്കിയാണ് നിഫ്റ്റി ഇത്ര ഹൈ ആയിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ് എന്നാൽ പിന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീട്ടിൽ പോകാമെന്നുള്ള ചിന്ത, സാധാരണക്കാരായ ചിന്ത ഉണ്ടാകുന്ന റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ചിന്ത പോലെയല്ല ഈ ഒരു വിദേശ അല്ലെങ്കിൽ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ചിന്ത. അവർ ഇന്നലെയും മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. അവർ രണ്ട് ആളുകളും നെറ്റ് ബയേഴ്സ് ആയിരുന്നു. അപ്പോൾ തുടരെ രണ്ടാമത്തെ ദിവസമാണ് FISൻ്റെ ഭാഗത്തു നിന്ന് കണ്ടിന്യൂസ് ബൈങ് കാണുന്നത്. അതും വലിയ തോതിലാണ് അവർ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ബൈങ് നടത്തിയിട്ടുള്ളത്. ഇന്നലെയും FIS 2,572 കോടി രൂപയുടെ ബൈ നടത്തി. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളായിട്ടുള്ള DISും 2,764 കോടി രൂപയുടെ ബൈങ് നടത്തി. ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും നമ്മളുടെ നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് DISന് 20,000 കോടി രൂപയ്ക്ക് മുകളിൽ SIPയിലൂടെ ഫണ്ട് കിട്ടുന്ന ഒരു സാഹചര്യം നിലനിൽക്കെ നിഫ്റ്റി ഇത്ര ഉയരത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകൾ മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കുകയും പ്രധാന ദൃശ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ നിഫ്റ്റിനെ കുറിച്ചും സെൻസെക്സിനെ കുറിച്ചെല്ലാം തന്നെ കുതിച്ച വാർത്തകൾ മാത്രം ചർച്ച ചെയ്യുന്ന ഈ ഒരു ഘട്ടങ്ങളിൽ വീണ്ടും ഈ ഒരു SIPയിലേക്ക് വീണ്ടും ഫണ്ട് വരാനാണ് സാധ്യത. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു 50 പോയിൻറ്റിൽ മുകളിലുള്ള ഒരു ഗ്യാപ്പപ്പാണ്. ഈവൻ നിഫ്റ്റിനെ നമുക്കങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇന്നലെ നിഫ്റ്റി രാവിലെ ഇന്ത്യൻ സമയം 6 മണിക്ക് മുമ്പ് 100 പോയിൻറ്റിൽ താഴെയായിരുന്നു. ഒരു മണിക്കൂറിനുള്ളിലാണ് നിഫ്റ്റിയൊക്കെ ഗെയിൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഇപ്പം നിൽക്കുന്നത് ഒരു പ്ലസ്സിലാണ്. ഇനിയിപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അതീവ ഇമ്പോർട്ടൻസ് ഉള്ള ഗ്ലോബൽ ഈവൻറ്റുകൾ നിറഞ്ഞ ഒരാഴ്ചയാണ്. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അതിൻ്റെ ഒരു ലിസ്റ്റ് ഒന്ന് കാണാം. ബുധനാഴ്ച ദിവസം US കൺട്രിയുടെ പേരുണ്ട്. US ഇൻഫ്ലേഷൻ, ചൈനയിലെ ഇൻഫ്ലേഷൻ, ജർമ്മനിയിലെ ഇൻഫ്ലേഷൻ, ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ, UKയിലെ GDP. അപ്പോൾ ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻറ്റ് കടന്നു പോകുന്ന ഒരാഴ്ചയാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ചെല്ലാം തന്നെ ഇന്ത്യൻ മാർക്കറ്റും റിയാക്ട് ചെയ്യും. ലോക്കൽ ക്യൂസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കഴിഞ്ഞു. ഇനി അത് റിഫ്ലക്റ്റ് ചെയ്യും, പക്ഷേ ഇമ്പോർട്ടൻസ് കഴിഞ്ഞു. ഓൾറെഡി റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ കണ്ടു വിക്സ് 31 വരെ പോയ അതേ വിക്സ് തന്നെയാണ് ഇപ്പോൾ 16 നിൽക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ മാർക്കറ്റിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇനി US നിന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാണ് നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു ഘടകം. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഇന്നലെ IT കമ്പനീസ് എല്ലാം തന്നെ നിഫ്റ്റി 50യിലെ ടോപ്പ് ലൂസേഴ്സിലായിട്ടുള്ള 4 IT കമ്പനീസും റെഡിലാവാനുള്ള കാരണം USലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് IT കമ്പനീസിനെയാണ്. നമുക്ക് മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ടുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ഇൻഡിഗോ ഇവരുടെ തന്നെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പാണ്. പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ഈ ഒരു രാഹുൽ ഭട്ടായ ഫാമിലി. അപ്പോൾ ഇവർ ഏകദേശം ഒരു 3,293 കോടി രൂപ പുറത്ത് വരുന്ന സ്റ്റോക്ക് സെല്ല് ചെയ്യുന്ന ബ്ലോക്ക് ഡീലിലൂടെ സെല്ല് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസുണ്ട്. IRB ഇൻഫ്ര കമ്പനി, അതുപോലെ തന്നെ സിൻഡ്ര എന്ന് പറയുന്ന ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 5% സ്റ്റേക്കുകൾ സെല്ല് ചെയ്യുന്നുണ്ട്. ഈ ഇൻഡിഗോയും ഇൻഫ്രയും ഇവരുടെ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുന്നത് നിലവിൽ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് ഉണ്ട്, അതിൽ നിന്ന് താഴെ ഡിസ്കൗണ്ട് പ്രൈസിലാണ്. അതുകൊണ്ടാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. എംഫസിസ് കമ്പനിയും കൊട്ടാക് മഹേന്ദ്ര മ്യൂച്വൽ ഫണ്ട് കമ്പനിയും ഈ ഒരു എംഫസിസിൻ്റെ ഏകദേശം 1,900 കോടി രൂപ പുറത്ത് വരുന്ന സ്റ്റോക്കുകൾ ബൈ ചെയ്യുന്നുണ്ട്. RVNൽ 138 കോടി രൂപ പുറത്ത് വരുന്ന ഓർഡർ കിട്ടി. സുന്ദരം കെമിക്കൽസ് കമ്പനി അവരുടെ പുതിയ
5 പ്രൊഡക്റ്റ് ഈ ഒരു മാർക്കറ്റിൽ അവർ ലോഞ്ച് ചെയ്യാണ്. PTC ഇന്ത്യ കമ്പനി ഇവർ ലക്നൗവിൽ പുതിയ ഒരു ഡിഫൻസ് സെക്ടറിലേക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റിംഗ് ഫെസിലിറ്റി ഇവർ ഇനാഗ്രേറ്റ് ചെയ്തു. ഇതിൽ 75% ഫണ്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് തന്നെയാണ്. കോസ്മിക് CRF കമ്പനി 25 കോടി രൂപയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ജുബിലൻറ്റ് ഫുഡ്, ഡൊമിനോസ് പിസയുടെ എല്ലാം തന്നെ ഇന്ത്യയിലെ പ്രൊമോട്ടേഴ്സാണ്. 2000 സ്റ്റോറാണ് ഇന്ത്യയിൽ അവർ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഇതുവരെ. പവർ ഗ്രിഡ് പുതിയ പവർ പ്രൊജക്റ്റ് അവർ ഇനാഗ്രേറ്റ് ചെയ്തു. ത്രിശക്തി ഇൻഡസ്ട്രീസിന് അദാനി റിന്യൂവബിൾ എനർജിയിലെ സൈറ്റിൽ നിന്ന് അവർക്കൊരു ഒരു ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് ന്യൂസ്. ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ, ഇന്നത്തെ FNO ബാൻ, മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ bismate.com എന്ന് പറയുന്ന വെബ്സൈറ്റിലെ ട്രേഡ് ബഡി എന്ന് പറഞ്ഞ ടാബിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, ചെക്ക് ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ബിറ്റ്കോയിൻ ഏറ്റവും ടോപ്പിൽ കാണാം, 69,424. ഗോൾഡ് 2,310 പെർ ഡോളർ പെർ ഔൺസ്. ബ്രന്റ് ഓയിൽ 81 ഇന്ന് കയറിയിട്ടുണ്ട്. ബ്രന്റ് ഓയിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് പ്രത്യേക സെൻറ്റിമെൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല, മിക്സ്ഡ് ആണ്. നിക്കിയും കൊറിയയെല്ലാം തന്നെ പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ക്ലോസ് ആയിട്ടുള്ള യൂറോപ്യൻ മാർക്കറ്റെല്ലാം മൂന്നും റെഡിൽ അടച്ചു. ഏറ്റവും താഴെ കാണാം ഡോയും നാസ്ഡാക്കും, അതായത് യുഎസിലെ ടെക്നോളജി കമ്പനീസും ഡോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയും ഇവിടുത്തെ അതേ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കി. മറ്റ് പ്രത്യേകതകളൊന്നും തന്നെ കണ്ടില്ല. ഇത് ഇന്ന് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. സ്പോട്ട് ഉള്ളത് 22,154 മേജർ റെസിസ്റ്റൻസ് 22,500, 22,800, 23,000. സപ്പോർട്ട് 21,500 എന്ന നിലയിലാണ്. അപ്പോൾ വിക്സ് 16 ആണെങ്കിൽ കൂടിയും ഈ ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് എല്ലാം തന്നെ വളരെ ദൂരെയൊക്കെയാണ് ഇപ്പോൾ ആളുകൾ പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുന്നത്. കാരണം വലിയ മൂവ്മെൻറ്റ് ഇപ്പോഴും ഓപ്ഷൻ റൈറ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്ന ചില സ്ട്രൈക്കുകളിൽ പ്രീമിയംസ് ഇല്ല, ചില സ്ട്രൈക്കുകളിൽ പ്രീമിയം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത് ലിക്വിഡിറ്റി കുറവായിരുന്നു കുറച്ച് നാളുകളായിട്ട്. അപ്പോൾ അതും മാറി വരുന്നതാണുള്ളത്. ഇനിയിപ്പോൾ ബഡ്ജറ്റ് വരികയാണ്. ബഡ്ജറ്റും വലിയ തോതിൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ വലിയ തോതിൽ മാർക്കറ്റിൽ ചാഞ്ചാട്ടം ഉണ്ടാക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വലിയൊരു ഈവൻ്റ് തന്നെയാണ് ബഡ്ജറ്റ്. അപ്പോൾ അത് വരെ മാർക്കറ്റ് മേ ബി ഇതുപോലെയുള്ള ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാം. വിക്സ് മേ ബി സ്പൈക്ക് ആവാം, അൺയൂഷ്വലായിട്ട് മൂവ്മെൻറ്റ് നടത്താം. ഗ്ലോബൽ ഈവൻറ്റുകളിൽ അൺയൂഷ്വലായിട്ട് മൂവ്മെൻറ്റ് നടത്താൻ ലീഡ് ചെയ്യുന്ന ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഈവൻറ്റുകൾ ഉള്ള ഒരു ആഴ്ച കൂടിയാണ്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ആ ഒരു ഇലക്ഷൻ സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു വോളറ്റിലിറ്റി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക തന്നെ വേണം ബഡ്ജറ്റ് ഡേ വരെ. അതിനുശേഷം മാർക്കറ്റ് സ്റ്റേബിൾ ആകുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എല്ലാവർക്കും വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. നമ്മുടെ ചാനൽ എല്ലാ ആളുകൾക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.